അന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ ചരിത്രകാരി ആ പ്രഖ്യാപനത്തെ കൊടിയ വഞ്ചന, കുടിലതന്ത്രം, ചതി എന്ന് അത്രയ്ക്ക് അങ്ങ് അറിയണമെങ്കിൽ സജിക്ക് അങ്ങ് പഠിക്കല്ലോ എന്ന് ചോദിച്ചു. ആ ചോദ്യമാണ് എന്നെ ഈ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചത്. പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി, അവിടെ അപ്ലൈ ചെയ്തു. എനിക്ക് കോഴ്സ് തുടങ്ങുന്നതിൻ്റെ തലേദിവസം വരെ അഡ്മിഷൻ കിട്ടിയില്ല. അഡ്മിഷൻ കിട്ടിയതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്. ഹായ്, നമസ്കാരം. സന്തോഷം. സജി എണ്ണക്കാട് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കലാ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഒരു ആളാണ്. ഇപ്പം നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആരാണ് സജി എണ്ണക്കാട്? എന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പരക്കെ അറിയുന്നുണ്ട്. രണ്ടാമത് ചിത്രകാരനാണ്, പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ചെറുതാകൃത്താണ്. അതിലുപരി മലയാളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ചരിത്ര ഗ്രന്ഥമായ നിശ്ചല നിശബ്ദത്തിൻ്റെ കർത്താവാണ്. അങ്ങനെ വിവിധ നിലയിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു. കൂടാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ട് ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ അതാണ് സജി എണ്ണക്കാട് എന്ന വ്യക്തി. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫൗണ്ടേഷൻ, അതും ഫോട്ടോഗ്രാഫിയുടെ പിതാവിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫൗണ്ടേഷൻ, അത് ഇന്ത്യയിൽ, അത് നമ്മുടെ കേരളത്തിൽ മാവേലിക്കര എന്ന സ്ഥലത്താണ് വരുന്നത്. സോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ മാവേലിക്കര നഗരത്തിലേക്ക് ആ ഒരു ഫൗണ്ടേഷൻ വരുന്നത്? മാവേലിക്കര നഗരത്തിലേക്ക് ഫൗണ്ടേഷൻ വരാനുള്ള പ്രധാന കാരണം ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം മലയാളത്തിൽ എഴുതാനൊരു ഭാഗ്യം കിട്ടി, ഒരവസരം ഉണ്ടായി. അങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം അറിയണമെന്നുണ്ടായിരുന്നു. ലോകത്ത് ആദ്യമായിട്ട് ആരായിരിക്കും ഫോട്ടോ എടുത്തത്, എങ്ങനെ ആയിരിക്കും ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചരിത്രം അന്വേഷിച്ചു പോയത്. ചരിത്രം അന്വേഷിച്ച് പോയതിന് മുമ്പ് ഈ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിലേക്ക് വന്നതിലേക്ക് വലിയ കഥ പറയേണ്ടി വരും. അത് വളരെ ചുരുക്കമായിട്ട് പറയാം. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ജേർണലിസം പഠിക്കുമ്പോൾ നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഗവേഷണ പ്രബന്ധം എല്ലാവരും തയ്യാറാക്കുന്ന പതിവുണ്ട്. അത് പ്രകാരം ഞാനും തയ്യാറാക്കി. അപ്പോൾ എൻ്റെ വിഷയം ഇൻഫ്ലുവൻസ് ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ വെർണാക്കുലർ പ്രസ്. അപ്പോൾ അങ്ങനൊരു പഠനത്തിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ ചെറിയ ഗവേഷണ പ്രബന്ധം എന്ന് പറയാം. അത് ഈ പരീക്ഷയ്ക്ക് ജയിക്കുന്നതിന് വേണ്ടിയൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ അങ്ങനെ എഴുതിയപ്പോഴേ ചിത്രകലയെ പറ്റി എഴുതി, ഫോട്ടോഗ്രാഫിയെ പറ്റി എഴുതി. അപ്പം ആ ഫോട്ടോഗ്രാഫിയിലൂടെയൊക്കെ കടന്നുപോയി, ചില പേരുകളൊക്കെ പഠിച്ചു. അന്ന് പേരുകളൊന്നും ഓർമ്മയില്ല. അങ്ങനെ ജേർണലിസം PG ഡിപ്ലോമ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പബ്ലിക് റിലേഷൻസ് പഠിക്കാൻ വീണ്ടും ചേർന്നു. പബ്ലിക് റിലേഷൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രബന്ധം എഴുതേണ്ടി വന്നു. അപ്പം അന്ന് എടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസിലെ ഫോട്ടോഗ്രാഫിയുടെ സ്വാധീനം എന്ന് പറഞ്ഞ് ഞാൻ പത്രങ്ങളുടെയൊക്കെ സ്വാധീനം, ഫോട്ടോഗ്രാഫിയുടെ സ്വാധീനം എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് വീണ്ടും ഒരു ചെറിയ ഗവേഷണ പ്രബന്ധം പോലെ എഴുതിയപ്പോഴും ചിത്രകലയും കടന്നു വന്നു, ഫോട്ടോഗ്രാഫിയും കടന്നു വന്നു, ഫോട്ടോ ജേർണലിസത്തിൻ്റെ വഴികൾ കടന്നു വന്നു. ലൈഫ് മാഗസിൻ ഉണ്ടായത്, ലോകത്തെ ആദ്യത്തെ ലൈഫ് മാഗസിൻ്റെ പിറവിയൊക്കെ, ഫോട്ടോ ജേർണലിസത്തിൻ്റെ പിറവിയൊക്കെ പഠിച്ച് അതിൻ്റെ പിതാക്കന്മാരെയും ആധുനിക പിതാക്കന്മാരെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ഈ രണ്ട് പ്രബന്ധം എഴുതുമ്പോൾ ഇത് 2021-22 ജേർണലിസം പഠിക്കുന്നു, 22-23 പബ്ലിക് റിലേഷൻസ് പഠിക്കുന്നു. അന്നൊന്നും ഞാൻ ലോക ഫോട്ടോഗ്രാഫി ദിനം എന്നൊരു വാക്ക് എവിടെയും കേട്ടിട്ടില്ല, ലോകത്തെങ്ങും കേട്ടിട്ടേ ഇല്ല. 2003 ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം 164ാമത് ലോക ഫോട്ടോഗ്രാഫി ദിനം എന്ന് പറഞ്ഞൊരു പോസ്റ്ററൊക്കെ അടിച്ച് ഒരു സംഘം ആളുകൾ പെട്ടെന്ന് ആഘോഷം തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അത്ഭുതം തോന്നി. കാര്യം ഇന്നലെ വരെ പഠിച്ച, അല്ലെങ്കിൽ ജൂലൈ 31 വരെ കേൾക്കാത്ത സാധനം ഓഗസ്റ്റ് 10-ാം തീയതി 5-ാം തീയതി 10-ാം തീയതി ആകുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്നു 164ാമത് ലോക ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 163ാമത്തെ ലോക ഫോട്ടോഗ്രാഫി ദിനം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം എന്നോട് തന്നെ ചോദിച്ചു. ആ അന്വേഷണത്തിൽ നിന്ന് അപ്പം നമുക്ക് കിട്ടാവുന്ന പത്രം, അന്ന് പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, പത്രാധിപന്മാരും ഒക്കെ സ്നേഹിതരാണ്. അവർ നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ഫോട്ടോഗ്രാഫി രംഗത്ത് അധികായന്മാർ, പ്രഗത്ഭരായി നിൽക്കുന്ന നിരവധി ഫോട്ടോഗ്രാഫർമാർ, അവരെല്ലാം പരിചയമാണ്. ഇവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒന്ന് കേൾക്കുന്നല്ലോ, കഴിഞ്ഞ മാസം വരെ കേട്ടിട്ടില്ല, കഴിഞ്ഞ ദിവസം വരെ കേട്ടിട്ടില്ല, ഇങ്ങനെയാണ്. അപ്പോൾ കാണുമായിരിക്കും, അത് എനിക്കറിയാമായിട്ടായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. എന്നാലും 163ാമത്തെ ലോക ഫോട്ടോഗ്രാഫി ദിനം ഇല്ലാതെ പിന്നെ 2003 എങ്ങനെയാണ് 164ാമത്തെ ഫോട്ടോഗ്രാഫി ദിനം ഉണ്ടായെന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഫോട്ടോവേഡ് ക്യാമറ ക്ലബിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ തൃശ്ശൂരിലെ ഒരു ഫോട്ടോ ജേർണലിസം ക്യാമ്പ് നടത്തി. അന്ന് മാതൃഭൂമിയുടെ ചീഫായിരുന്നു, ഇന്നത്തെ മാതൃഭൂമി ടെലിവിഷൻ്റെ ചീഫായിരിക്കുന്ന MP സുരേന്ദ്രൻ സാറായിരുന്നു ക്യാമ്പിൻ്റെ ഡയറക്ടറും ക്യാമ്പിൽ പ്രധാന ക്ലാസ് എടുത്തതും. സാറാണ് ഫോട്ടോ ജേർണലിസത്തിൻ്റെ ആവിർഭാവവും ചരിത്രവും ഒക്കെ അന്ന് ഞങ്ങളെ ക്യാമ്പിൽ വിവരിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും. ഈ ലൈഫ് മാഗസിൻ്റെയൊക്കെ ആദ്യത്തെ പിക്ചറുകളൊക്കെ കാണിച്ച് മാർഗരറ്റ് ബ്രൂക്ക്വൈറ്റിനെയൊക്കെ പരിചയപ്പെടുത്തി, അൻസലാദമിനെയൊക്കെ പോലുള്ള പ്രഗത്ഭരായവരെല്ലാവരെയും പരിചയപ്പെടുത്തുള്ള ഒരു മികച്ച ക്ലാസ്സായിരുന്നു. അതും പഠിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ അന്നും സാറ് ഫോട്ടോ ജേർണലിസത്തെ പറ്റി പറഞ്ഞെങ്കിൽ ലോക ഫോട്ടോഗ്രാഫിനൊന്നും വാക്ക് അന്ന് ഉച്ചരിച്ചില്ല. അന്ന് ഫിറോസ് ബാബു ഒക്കെ ക്ലാസ് എടുത്തിരുന്നു മനോരമയിൽ. അങ്ങനെ പല പ്രഗത്ഭന്മാർ വന്ന് ക്ലാസ് എടുത്തിട്ട് ആരും ലോക ഫോട്ടോഗ്രാഫിനൊന്നും വാക്കുച്ചരിക്കുക പറയുകയില്ല. അവസാനം ഞാൻ MP സുരേന്ദ്രൻ സാറിനോട് ചോദിച്ചു, മാതൃഭൂമിയിലെ MP സുരേന്ദ്രൻ സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെ കേൾക്കുന്നല്ലോ. അപ്പോൾ സാർ ആദ്യം മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ സാർ സാധാരണ ഭാഷയിൽ പറഞ്ഞു, അത്രയ്ക്ക് അങ്ങ് അറിയണമെങ്കിൽ സജിക്ക് അങ്ങ് പഠിക്കല്ലോ എന്ന് ചോദിച്ചു. ആ ചോദ്യമാണ് എന്നെ ഈ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചത്. മാവേലിക്കര രൂപീകരിക്കാൻ കാരണം എൻ്റെ സ്വദേശം മാവേലിക്കര ആയതുകൊണ്ടും ഞാൻ ഇവിടെയാണ് ഇനിയുള്ള കാലം പ്രവർത്തിക്കേണ്ടതുകൊണ്ടും. ഞാൻ എറണാകുളത്താണ്, കൊച്ചി ബേസാണ്, എറണാകുളം മെട്രോ സിറ്റിയോട് ബന്ധപ്പെട്ടാണ് 10-25-30 വർഷക്കാലം പ്രവർത്തിച്ചെങ്കിൽ നാട്ടിൽ തന്നെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് മാവേലിക്കര രജിസ്റ്റർ ചെയ്തത്. ഈ പഠിത്തങ്ങൾ അല്ലെങ്കിൽ പ്രബന്ധം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പഠിത്തങ്ങളെല്ലാം ജോലി ചെയ്യുമ്പോഴായിരുന്നോ അതോ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഞാൻ മാവേലിക്കരയിൽ നിന്നും സ്ഥലം മാറി KSEBയിൽ സ്ഥലം മാറി കളമശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഫണ്ട് വന്ന് കുറേ ഹ്രസ്വകാല കോഴ്സുകളൊക്കെ തുടങ്ങും. കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരാഗ്രഹം വന്നു. പക്ഷേ ചിത്രകല പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഫോട്ടോഗ്രാഫി ചിത്രകലയ്ക്ക് മുകളിലൊന്നുമല്ല, വലിയ അതങ്ങനെ ഈ പ്രകൃതിയെ കടന്ന് അപ്പാടെ പകർത്തുക എന്നൊക്കെ ഉള്ളൊരു ധാരണയെന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എന്നാലും സാങ്കേതികമായിട്ട് പഠിക്കാനുണ്ടല്ലോ. മികച്ച മാഗസിനിലൊക്കെ പടം വരുന്നു, നല്ല ഫാഷൻ ഫോട്ടോഗ്രാഫി, അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി, നേച്ചർ ഫോട്ടോ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പം ഒരു പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. അവിടെ അപ്ലൈ ചെയ്തു. എനിക്ക് കോഴ്സ് തുടങ്ങുന്നതിൻ്റെ തലേദിവസം വരെ അഡ്മിഷൻ കിട്ടിയില്ല. അഡ്മിഷൻ കിട്ടിയതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്, അത് പിന്നീട് പറയാം. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയൊരു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുകയും സംസ്ഥാന തലത്തിൽ 1ാം സമ്മാനം നേടുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഫോട്ടോയും എൻ്റെ പേരുമൊക്കെ പത്രത്തിൽ അച്ചടിച്ച് വന്നു. അപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഇതൊരു അംഗീകാരമാണ്. ആ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സംസ്ഥാനത്ത് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചതോടുകൂടി എൻ്റെ പേര് പതിയെ മറ്റ് സുഹൃത്തുക്കൾ അറിയാൻ തുടങ്ങി. അപ്പോൾ ഫോട്ടോഗ്രാഫി കൊള്ളാം, ഫോട്ടോഗ്രാഫി ഒരു നല്ല കലയാണ്, ഇത് നമുക്ക് സ്വയം അറിയപ്പെടാനും നമ്മുടെ കല മറ്റുള്ളവർ അറിയാനും സഹായിക്കും എന്നുള്ള ബോധമുള്ളതുകൊണ്ട് അത് അന്ന് തൊട്ടങ്ങ് തുടങ്ങിയതാണ്, ഇന്നും അവസാനിച്ചിട്ടില്ല. ചിത്രരചനയോട് ചെറുപ്പത്തിൽ മുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ചിത്രകാരനാകുന്നതിൽ നിന്ന് KSEBയിലേക്ക് തെന്നി മാറിയതാണോ അതോ? ചിത്രകല ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് ചിത്രകല ചെയ്യുകയും പഠിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും സഹപ്രവർത്തകരും അല്ലെങ്കിൽ എന്നെക്കാളും മുതിർന്ന ആളുകളുടെയൊക്കെ റെക്കോർഡ് ബുക്കിലൊക്കെ ബയോളജിയുടെയും സുവോളജിയുടെയും പടം വരച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ബാനർ എഴുത്തുകാരനായിരുന്നു. ഒരുതപ്പെട്ട ഇഷ്ടം പോലെ ബാനർ എഴുതുകയും പിന്നെ ബുക്കുകളുടെ കവർ ഡിസൈൻ, കയ്യെഴുത്ത് പ്രതികളുടെയൊക്കെ കവർ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ചിത്രകലയായിട്ട് അടുത്ത് ബന്ധപ്പെട്ടു. അത് മാവേലിക്കര രവിവർമ്മ ഫൈൻ ആർട്സില്ലേ, ഇപ്പോൾ അത് കോളേജാണ്. അപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൻ്റെ മുൻ സൂപ്രണ്ടായിരുന്ന കൊച്ചൂട്ടി സാറിൻ്റെ കീഴിലാണ് അന്ന് ചിത്രകല പഠിച്ചത്. അപ്പോൾ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. പിതാവിൻ്റെ മരണശേഷം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വരികയും അങ്ങനെ പോയി. അപ്പോഴും ഈ കല എന്നുള്ളതിൻ്റെ കൂടുണ്ട്, അതൊരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കൂടെ ചേർത്ത് കൊണ്ടു നടന്നു.
ജോലിക്ക് കയറിയപ്പോഴും പാഷൻ കളയാണ്ട് കൂടെ നിർത്തി. ജോലി കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് ചിത്രകലയും എഴുത്തും, റേഡിയോ കേൾക്കൽ, റേഡിയോ കത്തെഴുതുക, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫൗണ്ടേഷൻ്റെ മറ്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ചു അതിൻ്റെ ചെയർമാൻ ഞാൻ തന്നെയാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് TL ജോൺ സാറാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമാണ്. ലളിതകല അക്കാദമിയുടെ അവാർഡുമൊക്കെ കിട്ടിയിട്ടുള്ള അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ആർട്ടിസ്റ്റ് കം ഫോട്ടോഗ്രാഫറായിരുന്നു. റിട്ടയറായി തിരുവനന്തപുരം സ്വദേശിയാണ് TL ജോൺ. രണ്ടാമത് വൈസ് ചെയർപേഴ്സണായിട്ടുള്ളത് നമുക്കറിയാം, മലയാള വ്യാകരണത്തിൽ ഇന്നത്തെ ഏറ്റവും പുതിയ ശബ്ദമായ നമ്മുടെ ഡോക്ടർ ബിന്ദു ടീച്ചർ, പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ബിന്ദു ടീച്ചറാണ്. ബിന്ദു ടീച്ചറാണ് ഈ ഫോട്ടോഗ്രാഫി ചരിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ എല്ലാം വായിച്ചു നോക്കി എൻ്റെ മലയാള ഭാഷയ്ക്ക് ആവശ്യമായ അലകും പടിയും ചേർത്ത് വ്യാകരണമൊക്കെ തിരുത്തി ഇതിനെ കുറ്റമറ്റതാക്കി തന്നത് ബിന്ദു ടീച്ചറാണ്. ആ ബിന്ദു ടീച്ചർ തന്നെയാണ് എൻ്റെ വൈസ് ചെയർപേഴ്സൺ. പിന്നെ മറ്റ് പല ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ അംഗങ്ങളുണ്ട്. അതിലുപരി ഫോട്ടോവൈഡ് മാഗസിൻ്റെ മാനേജിംഗ് എഡിറ്ററാണ് ഇതിൻ്റെ രക്ഷാധികാരി. അപ്പം ഇനി ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളുടെ എണ്ണം കൂട്ടുകയും പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ഫോട്ടോഗ്രാഫർമാർ ഇതുമായിട്ട് ചരിത്രവുമായിട്ട് സഹകരിക്കുന്ന കൂടുതൽ ഫോട്ടോഗ്രാഫർമാർ ഇതായി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകും. ഇപ്പം ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സപ്പോർട്ടുകൾ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഗവൺമെൻറ്റിന് സാധാരണ ഇത്തരം ഫൗണ്ടേഷനുകളുടെ ഗ്രാൻഡൊക്കെ പിന്നീട് എപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നരേന്ദ്രപ്രസാദ് സാറിന്, സിനിമാ നടൻ, പ്രശസ്ത സിനിമാ നടൻ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ പേരിലുള്ള നാടക പഠന കേന്ദ്രമൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, 2 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്. അപ്പം അവിടുത്തെ ഒരു പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ അത് കുടുംബം നന്ദച്ചേച്ചി 15 സെൻറ്റ് സ്ഥലം സർക്കാരിന് സാംസ്കാരിക വകുപ്പിന് വിട്ടുകൊടുത്തു. അവിടെ ഒരു പഠന കേന്ദ്രമൊക്കെ വന്നെങ്കിലും വീട്ടുകാർക്ക് ഒന്നും പിന്നെ ആ 15 സെൻറ്റിൻ്റെ മതിൽക്കെട്ടിനകത്തോട്ട് കയറണമെങ്കിൽ വലിയ കടമ്പകളാണ്. അത് സർക്കാരിൻ്റേതായി മാറിക്കഴിഞ്ഞു. അവിടെ ഭരണം നടത്തുന്നത് അതൊന്നും കുഴപ്പം ഉണ്ടെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഫൗണ്ടേഷൻ സ്വകാര്യ മേഖലയിൽ തന്നെ നിൽക്കണം. അല്ലെ സർക്കാർ പിന്നീട് കണ്ടെത്തിയിട്ട് സഹായം നൽകുന്നേ കൊള്ളാം. അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ചു ജോസഫ് നിസ്വറിൻ്റെ ഒരു സ്മാരകം നിർമ്മിക്കണം എന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പം ഫൗണ്ടേഷൻ നിർമ്മിച്ചതിൻ്റെ ആ ഒരു സ്വകാര്യ രീതിയിലാണ് അതിപ്പം നിർമ്മിക്കുന്നത്. അപ്പം സജി എണ്ണക്കാട് എന്ന വ്യക്തിയുടെ ഒരു സമ്പാദ്യം മുഴുവനാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ട്? ഈ ലോക ഫോട്ടോഗ്രാഫി ദിനം വന്നപ്പോൾ അത് അല്ല എന്ന് ഞാൻ പറയുകയും, ഈ ലോക ഫോട്ടോഗ്രാഫി ദിനം ഒപ്പിച്ചെടുത്തത് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് 2003 ഇതിങ്ങനെ ഒരു അനക്കം വെച്ച് തുടങ്ങുന്നത്. ഡൽഹി ആഗ്ര സ്വദേശിയായി ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ള ഒരാൾ, OP എന്നൊക്കെ ചുരുക്കപ്പേര് വിളിക്കും. അദ്ദേഹത്തിന് ഈ ഫോട്ടോഗ്രാഫിയിലൂടെ ചരിത്രമൊക്കെ വായിച്ചപ്പോൾ തോന്നി, ഓഗസ്റ്റ് 19, 1839 ഓഗസ്റ്റ് 19 ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം കാണുന്നുണ്ട്. അദ്ദേഹത്തിന് തോന്നിയിട്ട് കൊള്ളാമല്ലോ, എന്നാൽ ഇതങ്ങ് ലോക ഫോട്ടോഗ്രാഫിനായിട്ട് ഞാനങ്ങ് പ്രഖ്യാപിച്ചേക്കാൻ പറഞ്ഞ് അദ്ദേഹം ഡൽഹിയിലെ അജന്ത മ്യൂസിയത്തിൽ അവിടെ ഒരാഴ്ചത്തെ പരിപാടി നടത്തുകയും സ്വയം ഒരു ബാനർ എഴുതി വെച്ചൊക്കെ ആരംഭിച്ചതാണ് ഈ പരിപാടി. അപ്പോൾ ലോകത്തിൻ്റെ ഒന്നും അംഗീകാരം ഒന്നുമില്ല. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോഗ്രാഫിയുടെ ഉപജ്ഞാതാവായ ജോസഫ് നീപ്സ് എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ്റെ ജീവിതകാലത്തെ മുഴുവൻ കണ്ടുപിടുത്തവും മറ്റൊരാളുടെ പേരിൽ പോയി മറ്റൊരാളുടെ പേരിലായി ഒരു കൊടിയ വഞ്ചനയുടെ പ്രഖ്യാപിച്ച അന്നത്തെ സയൻസ് അക്കാഡമിയുടെ ഫ്രഞ്ചിലെ സയൻസ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് ദാഗുരെ ടൈപ്പിൻ്റെ പ്രഖ്യാപനം. ലൂയിസ് ദാഗുരെ ഒരിക്കലും ഈ കാലഘട്ടത്തിനിടയിൽ ഒരു 100 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തിൽ കൂടുതലൊന്നും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടേ ഇല്ല. അപ്പോൾ ജോസഫ് നിസ്വറിൻ്റെ കണ്ടുപിടുത്തമെല്ലാം മറ്റൊരാളുടെ പേരിലാക്കി പോവുകയും ലോകത്തെ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ ചരിത്രകാരി ആ പ്രഖ്യാപനത്തെ കൊടിയ വഞ്ചന, കുടിലതന്ത്രം, ചതി എന്ന് 1800 തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോസഫ് നീസ്വർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവഗണിക്കപ്പെട്ടു. അതൊരു വലിയ കഥയാണ്, അത് ഞാൻ തുടർന്ന് പറയാം.